ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു homelymealcourt. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ പരിപ്പ് പായസമാണ്. ചെറുപയർ പരിപ്പ് പ്രഥമൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പായസത്തിനായിട്ട് 250 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പരിപ്പ് നമ്മൾ ആദ്യം തന്നെ കഴുകേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്തതിന് ശേഷം കഴുകിയെടുത്താൽ മതിയാവും. അപ്പോൾ കളറ് മാറുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി മാറിയാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കഴുകിയെടുക്കാം. അതല്ലെങ്കിൽ കൂടുതൽ ഫ്രൈ ആവും. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 200 ml വെള്ളം ഒഴിച്ചിട്ടൊന്ന് 3 വിസിലടിച്ചെടുക്കണം. നല്ലൊരു കണ്ടീഷനിലുള്ള കുക്കറാണെങ്കിൽ 3 വിസിലിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടും പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വിസിലൊരു മാറ്റം. ഇവിടെ പായസത്തിനായിട്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നെയ്യൊക്കെ എല്ലായിടത്തും ആകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ശർക്കരയിലേക്ക് ഒരു 100 ml വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ശർക്കര പാനി തയ്യാറാക്കി ഇതുപോലെ അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അരിച്ച് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. 1/2 കിലോ ശർക്കര പായസത്തിന് നല്ലൊരു മധുരം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ശർക്കരയുടെ അളവൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറുത്താവും വരെ ഇളക്കി കൊടുക്കണം. ഒരു 8-10 മിനിറ്റെങ്കിലും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിൽ. ഇതുപോലെ നന്നായി ഇളക്കി കുറുതാക്കി എടുത്താൽ മാത്രമേ ആ പരിപ്പിലേക്ക് ശർക്കരയുടെ മധുരം നന്നായിട്ട് പിടിച്ചിട്ട് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇളക്കി നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2ാം പാൽ ഏകദേശം ഒരു 500 ml ഉണ്ട്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇത് വീണ്ടും കുറുതാക്കി എടുക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈ എടുക്കാതെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കാനെടുക്കുന്ന തവി പാത്രത്തിൻ്റെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു 250 ml 1ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് തവി എല്ലായിടത്തും അകത്തൊക്കെ വിധത്തിൽ ഇളക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു 4 ഏലക്ക പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്തുകൾ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട്സും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലിടാം. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക് യു.